ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഹർത്താൽ പ്രമാണിച്ചിട്ട് ഞാനൊരു കാര്യം ചെയ്തു. കാലത്തിൽ എൻ്റെ ചേച്ചിക്ക് പെങ്ങൾക്ക് കുറച്ച് വിറക് വേണം. അപ്പോൾ രണ്ടാമത്തെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് വിറക് കടത്താൻ പോവുകയാണ്. ഇതിലൂടെ ഞാൻ കടത്തിക്കൊണ്ട് പോകണം കേട്ടോ വിറകുകൾ. ഇവിടെ വണ്ടി സൗകര്യമില്ല, അപ്പോൾ ഇതെല്ലാം തലച്ചുമടായിട്ട് തന്നെ ഏറ്റണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പണികളാണ് കേട്ടോ. അപ്പോൾ ഈ വിറകുകൾ കംപ്ലീറ്റ് എനിക്ക് കുറച്ച് ദൂരം എത്തിക്കണം. അപ്പോൾ ഈ തോട്ടിനകത്ത് കുറച്ച് വിറകുകൾ കിടക്കുന്നുണ്ട്. ഒരു വലിയ മരമുട്ടി വന്നിട്ടുണ്ടായിരുന്നേ. വലിയൊരു മരം ഒഴുക്കിൽപ്പെട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു കരയത്ത് എത്തിച്ചിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ തോട് കേട്ടോ. അതിലൂടെ വെള്ളം കൂടുതലാകുമ്പോൾ വലിയ മരങ്ങളൊക്കെ ഒലിച്ച് വരുമായിരുന്നു. അപ്പോൾ അതിലൊരു മരത്തിനെ ഞങ്ങൾ നരൻ സിനിമ പോലെ അങ്ങോട്ട് പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് അതിനെ ചേച്ചിക്ക് വിറകായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇന്നത്തെ പരിപാടി അതൊക്കെയാണ്. നമ്മളുടെ നാട് അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ലൈക്കൊക്കെ തരണം കേട്ടോ. അപ്പോൾ ഇതാണ് തോട് കണ്ടോ. ഇത് ഭയങ്കര കുത്തൊലിക്കാട്ടാ. ഇത് ഞങ്ങൾ ഇത് ഈ വെള്ളത്തിൽ കണ്ടിട്ടേ. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഞങ്ങളിതേ കിടക്കുന്നത് കണ്ടോ. ഇത് നമ്മൾ അലക്കുന്ന കല്ലാണ്. ഇവിടെയാണ് വെള്ളം തെളിഞ്ഞ ശേഷമാണ് ഞങ്ങൾ അലക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ വെള്ളത്തിൻ്റെ സൈലൻ്റായിട്ട് ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഈ വീഡിയോസ് ഈ വെള്ളം ഇങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ നിങ്ങൾക്ക്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി. ഇതാണ് എൻ്റെ പെങ്ങളുടെ വീടാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ബെല്ല, ലൂസി 2 പട്ടിക്കുട്ടികളുണ്ട്. അതിനെന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് രണ്ടാമത്തെ ചേച്ചിയുടെ വീടാണ്. ഇതേ കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ വോയിസ് ഇടുക കാരണം അവർ കുരയ്ക്കുന്ന സൗണ്ടൊന്നും കേൾക്കില്ല കേട്ടോ. വോയിസ് കേൾക്കുന്നത് അപ്പോൾ അത് കുരയ്ക്കുന്ന സൗണ്ടൊന്നും കേൾക്കത്തില്ല. ഇതേ അങ്ങനെ നമ്മുടെ ലൂസീനെയും ബെല്ലിനെയും നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ലൂസിയും ബെല്ലി ഇങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അവർക്ക് ആടും ഉണ്ട് കേട്ടോ. അവർ 4 പേരുണ്ട് കേട്ടോ. ഓക്കെ, അവർക്ക് പുല്ല് വെട്ടി കൊടുത്തിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോസുകൾ. ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരൂ, കമൻറ്റ് തരൂ. ഞാൻ വീണ്ടും പറയുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു പഴയ ട്രൗസറും ഒരു ഷർട്ടും ഇട്ടിട്ട് ഞാൻ അങ്ങനെ തോട്ടിലിറങ്ങാൻ പോവാണ് കേട്ടോ. അവിടെ നിന്നാണ് കൊണ്ടുവരുന്ന പറയുന്നത്. ഞാനത് വോയിസ് ഞാൻ റെക്കോർഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം നിങ്ങൾക്ക് സൗണ്ടൊന്നും അറിയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങളിത് അവിടെ പോയി തോട്ടിൽ പോയി വിറക് ഞാനും അളിയനും മരുമോനും കൂടിയിട്ട് ഞങ്ങളതിനെ അഴിക്കുകയാണ് കേട്ടോ. അത് മരുമോനാണ് അഴിക്കുന്നത്. മരുമോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളുടെ മോനാട്ടോ. ഞങ്ങളുടെ പാലക്കാട് പെങ്ങളുടെ മക്കളിലേക്ക് മരുമോൻ തന്നെയാണെന്ന് വിളിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ വന്നിട്ട് ഞങ്ങൾ വിറകിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വിറകൊക്കെ കുറേ ചെറിയ വിറകുകളൊക്കെ കൊണ്ട് കടത്തിയിട്ടോ. വലുതിനെ കടത്തിയിട്ടില്ല. അതേ വലുതിനെ ഞങ്ങൾ വലിക്കാൻ പോകണം. ഇപ്പോൾ ഒരു രസമുണ്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിത് എന്ത് ചെയ്തറിയോ, വലിക്കുകയായിരുന്നേ. വലിച്ചിട്ട് അളിയൻ അവിടെ നിന്ന്, എൻ്റെ അളിയനാണ്, പെങ്ങളുടെ ഭർത്താവാണ് കേട്ടോ ആയിരിക്കുന്നത്. അപ്പോൾ ആളവിടെ നിന്ന് ഇങ്ങനെ വലിക്കുകയായിരുന്നു. ഞാനും എൻ്റെ മരുമോൻ ജിജിയും കൂട്ടിയിട്ട് വരുന്നില്ല. അപ്പോൾ എൻ്റെ വേറെ മരുമോൻ പറഞ്ഞു, മോൻ ജിജിയേട്ടാ ചെരുപ്പ് അവിടെ ഊരി വയ്ക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് ഊരി വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ഒരു മൽപ്പിടുത്തത്തിലാണ്. അപ്പോൾ ഇങ്ങനെ വലിച്ച് ഇത് രസമുണ്ടെന്ന് നോക്കിയുള്ളൂ കേട്ടോ. ഇങ്ങനെ വലിക്കുന്ന സമയത്തുണ്ടല്ലോ കയറ് പൊട്ടി ഞാൻ വീഴാൻ പോയി. അത് വലിയ കോമഡിയായി മാറി. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ വീണ്ടും പരിശ്രമിക്കില്ലായിരുന്നു. വീണ്ടും അതേപോലെ ഇതിലൂടെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് വിറകുകളൊക്കെ കേട്ടോ. തോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പണിയാണ്. പിന്നെ ഞങ്ങൾ അളിയനും മരുമോനും അളിയനും ഒക്കെ കൂടിയിട്ട് ഞങ്ങളിത് മാമനൊക്കെ കൂടിയിട്ട് ഞങ്ങളതിനെ കട്ട് ചെയ്യണം കേട്ടോ. ആദ്യം ജിജി കുറച്ച് കൊത്തും. ഈ മഴ കൊണ്ട് അങ്ങനെ കൊത്താനൊന്നും പറ്റുന്നില്ല. എന്നാലും ഞങ്ങളങ്ങോട്ട് കൊത്തി ഒരു ലെവൽ ഞങ്ങൾ മാറി കൊത്തി ആ മരത്തിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഭയങ്കര എന്താ പറയുക, അമ്മാതിരി ഉള്ള മരമാണ്. ഇതിൻ്റെ വോയിസുകളുണ്ട്, ഒറിജിനൽ വോയിസ്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. പക്ഷെ കുറച്ചുള്ളത് കാരണം ഞാനത് വോയിസ് ലോങ് വീഡിയോയിൽ തന്നെ എടുത്തതാണ് കേട്ടോ. ഓക്കെ, ഞാൻ വെള്ളത്തിൽ ലൈവ് ഇടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കയറിയപ്പോൾ എൻ്റെ സൗണ്ട് പോയി അറിയായിരുന്നാണ്. ഇങ്ങനെ ഞങ്ങളതിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വെട്ടലിൽ ലൈവ് തന്നെ ഇടുന്നുണ്ടായിരുന്നു, സൗണ്ട് തന്നെ ഇടുന്നുണ്ടായിരുന്നു. സൗണ്ട് ഇട്ടാൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വോയിസ് ഞാനിതിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ മഴ കൊണ്ട് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം മുറിയണ പോലെ ആയിട്ടുണ്ട്. ഇതേപോലെ ഞങ്ങളെല്ലാവരും പരസ്പരം മാറി അതിനെ മുറിച്ചു കിട്ടാം. ബാക്കി ഞാൻ കട്ടാക്കിയതാണ്. അത് മുറിച്ചിട്ട് ഞാൻ ആ വിറകിനെ കൊണ്ടുപോകുന്ന ദൂരം കണ്ടോ, നല്ല ദൂരമായിട്ട് അതിനെ കൊണ്ടുപോകാൻ. ഇതൊരുപാട് ദൂരമുണ്ട്, 250 മീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഞങ്ങളിങ്ങനെ വഴുക്കലൊക്കെയാണ്. ഞാൻ എന്നാലും ആ തടിയും വെച്ച് സൂക്ഷിച്ച് കൊണ്ടുപോയി. ഞാൻ മരുമോനെ മരത്തടി എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പാവം എൻ്റെ കുട്ടീനെ ബുദ്ധിമുട്ടിക്കേണ്ടതുകൊണ്ട് ഞാൻ തന്നെ എടുത്തതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ട് പോകാറുള്ളത്. കണ്ടോ,
ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്തിട്ട് പോകും. അത് നല്ല വെയിറ്റുള്ള മരമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ വെയിറ്റ് ഇല്ലാത്ത മരമാണെന്ന് വിചാരിക്കരുത്, നല്ല കനമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഹാർഡ് വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ലൈഫിൽ ഇഷ്ടമൊക്കെ എന്ന് പറയും. അതേപോലത്തെ ഹാർഡ് വർക്ക് ആയിരിക്കണം, നല്ല സാലറി കിട്ടണം. അങ്ങനത്തെ ജോബ് ഉണ്ടെങ്കിൽ ആര് വിളിച്ചാലും ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, നല്ല ഹാർഡ് വർക്ക്, നമുക്ക് വല്ല ഗുണമുള്ള അരിച്ചാക്കുകൾ തൂക്കുന്നത് അങ്ങനത്തെ വർക്കുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനനുസരിച്ചുള്ള സാലറിയും കിട്ടണം കേട്ടോ. നമ്മൾ പണിയെടുക്കുന്നതനുസരിച്ചിട്ട് നമ്മളുടെ പണി കണ്ടിട്ട് സാലറി തരികയാണെങ്കിൽ ഓക്കെ. അങ്ങനത്തെ എനിക്കിഷ്ടം. അതായത് നമുക്കൊരാളെ അറിഞ്ഞു തരുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. എനിക്ക് അതോട് ഭയങ്കര ഇഷ്ടം കേട്ടോ. വരുമ്പോൾ ഞാൻ വരുന്നതാണ്, ഇപ്പോൾ വഴിക്ക് വരുന്നതാണ് വഴിമാറി തരികയാണ്. എന്നിട്ട് ഇനി അവനും അതേപോലെ തന്നെ ഇത് ഞാൻ വീണ്ടും രണ്ടാമത്തത് എടുക്കുന്നു. ഭയങ്കര കാര്യമുള്ളത്, ഒരു രക്ഷയില്ല. ഞാനിത് പറഞ്ഞ മുക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം, അത്രയും വെയിറ്റാണ് കേട്ടോ. അതിനെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോവാണ്. അതിന് ഞങ്ങളിങ്ങനെ ഏറ്റിട്ട് ഇതിപ്പോൾ കൊണ്ടുപോകാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാട്ടോ. എന്നാലും ഞാൻ പിന്നെ ലൈവ് ഷൂട്ടിംഗ് ഉള്ളത് ഇത് വീഡിയോസ് എടുക്കുക കാരണം ഒരു ഷോയോ അല്ലേതുകൊണ്ട് ആ വെയിറ്റ് ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ പോവാണ്. കണ്ടോ, ഇത് എത്ര ദൂരം കൊണ്ടുപോകണം നിങ്ങൾക്ക് കാണാട്ടോ. ഇതിങ്ങനെ കൊണ്ടുപോകണം കണ്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ കയറി മറിഞ്ഞ് ഇങ്ങനെ ഒരുപാട് ദൂരം പോകണം. അയ്യോ, ഇങ്ങനെ പോകണം. ഞാൻ മ്യൂസിക് കേട്ടു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോസിൻ്റെ വോയിസും കേൾക്കാൻ കൊള്ളാം. പക്ഷെ ഞാനെന്ത് ചെയ്തറിയോ, അത് പകുതി ഷോർട്ടായിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇടുകയാണേ. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ പോകണം. എത്രയും ദൂരം പോകണം. വണ്ടി അവിടെ വരുള്ളൂ. ഈ വിറക് കൊണ്ടുപോകാനുള്ള വണ്ടിയില്ല, അങ്ങോട്ടേ വരുള്ളൂ. അത് കാരണം ഇത്രയും ദൂരം 250 മീറ്റർ നമ്മൾ നടന്നിട്ട് തന്നെ പോകണം. ഓക്കെ, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടെയൊക്കെ വരുന്ന പാട് ഭയങ്കര പാടാട്ടോ. പക്ഷെ നിങ്ങൾക്കിത് കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ കുറച്ച് പേർക്ക് അറിയാം ഇതിൻ്റെ വെയിറ്റിൻ്റെ ലെവൽ. അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് എടുക്കണം. എൻ്റെ മുണ്ട് അഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കൂടെ അങ്ങനെ പോയി കുറേ ദൂരം പോകാനുണ്ട്. ഞാനിങ്ങനെ പോയി എൻ്റെ ഒരു വീട്ടിൻ്റെ ഓർത്തെത്തി. ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ കുറച്ച് ബ്രേക്ക് ആക്കുന്നുണ്ട്. ഞാനിവിടെ താഴത്ത് വിറക് വയ്ക്കുന്നുണ്ട് മുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ വീഡിയോ കട്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് അവിടെ ഞാൻ ഈ താഴത്ത് ഞാൻ ഇടുന്നുണ്ട്. അത് ഞാൻ കട്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇത്രയും വിറകുകൾ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നാണ്. ഇത്രയും കനങ്ങൾ കണ്ട അത്രയും കനമുണ്ട് വിറകുകളൊക്കെ. എൻ്റെ പൊന്നെ വയ്യ. മരുമോനും എടുക്കണം എന്ന് പറഞ്ഞു. മരുമോനും വിറകെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തറിയോ, ഓൻ റെസ്റ്റ് എടുത്തിരിക്കുന്നു. അപ്പോൾ കുക്കുംബിങ്ങൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ഇനി മരുമോന് കുറച്ച് എഴുതി കൊടുക്കണം, എനിക്ക് വയ്യാണ്ടായി. മരുമോൻ പറഞ്ഞു ഞാനും സഹായിക്കാം മാമാന്ന് പറഞ്ഞു. മരുമോനും അതേപോലെ ഒരു ബാഹുബലി തടിയെടുത്തിട്ട് ഇങ്ങനെ പോവാണ്. അപ്പം ഞാൻ മരുമോൻ്റെ വൈഫുണ്ട്, എൻ്റെ മരുമോള്, അവൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് എടുത്ത വീഡിയോസാണ്. പക്ഷേ അത് ഇതിന് പോസ്റ്റ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോസ് വേണമെന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ ഷോർട്ടിലേക്ക് എത്തിയതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ. നിങ്ങൾ കണ്ടോ, ഇത് കൂടെ പോകും. എൻ്റെ മരുമോ ഈ സംഭവം എടുത്തിട്ട് അത്രയും ദൂരം പോയിട്ടാണ്. ഇത് അത്രയും ദൂരം പോയി. അങ്ങോട്ട് നമ്മൾ വിറകിടുന്ന സ്ഥലം വരെ പോയി. ഞാൻ അവൻ്റെ പിന്നാലെ തന്നെ വീഡിയോ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഫുള്ള് ഞാൻ അവൻ്റെ വീഡിയോ കൊണ്ട് ഫോൺ കൊണ്ട് ഞാൻ അവൻ്റെ പിന്നാലെ ഇതുവരെ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കേട്ടോ, അവിടുത്തെ കാര്യങ്ങൾ. ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. എനിക്ക് സത്യം സത്യം പറയാം, എനിക്ക് തീരെ വയ്യ. പിന്നെ ഒരു 12:30 ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുമ്പിക്ക് ഇങ്ങനെ കൂടെ വരുന്നുണ്ട്, എവിടെ കൊണ്ടിട്ടെന്ന് അറിയാൻ വേണ്ടി. ഞാൻ 12:30 ആകുമ്പോൾ ഞാൻ എന്താ പറയുക ലൈവ് ഇട്ടു. അപ്പോൾ ആ വീഡിയോസിൻ്റെ മരുമോൻ പാവം നല്ല വെയിറ്റിൻ്റെ സാധനം അതുകൊണ്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ലൈക്കും കമൻറ്റും സപ്പോർട്ടും ചെയ്യണം കേട്ടോ എല്ലാവരും. എനിക്ക് വേറെ വീഡിയോസുകൾ എഡിറ്റ് ചെയ്തിട്ടും അങ്ങനെ ഇടാൻ അറിയില്ല. എൻ്റെ വീഡിയോ എല്ലാം നാച്ചുറലായിട്ടുള്ള വീഡിയോസുകളാണ്. നിങ്ങൾക്ക് എൻ്റെ ചങ്കിലെ കൂട്ടുകാരന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോസ്. അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോസ്